ടു ദ ചാനൽ. അപ്പൊ ഇത് ഫസിക്കാക്കയാണ്. സുഖാണോ? ഇതാരാണ്? ഇതാരാണ്? ഇത് നിങ്ങള് ഈ ചോപ്പുകളിനെ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇവൻ ഇങ്ങനെ ഒരു ഘടികാരമാതിരി തിരിയാണ്. ഇതാണ് നമ്മളെ ബംഗു. എല്ലാരും ചോദിക്കുന്നുണ്ട് ബംഗുവിനെ ഞാൻ എന്താ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്, എന്താ കൊണ്ടുവരാത്തത്. അതിന്റെ റീസൺ ബംഗു തന്നെ പറയും. എന്തുകൊണ്ടാ ഈ വരാത്ത? ഞാൻ കൂട്ടാഞ്ഞിട്ടാ? എന്തുകൊണ്ടാ പറയും? താല്പര്യമില്ല. എന്താ ചെയ്യാ, വലുതായി പോയി ചെക്കൻ. ഉണ്ണി വളർന്നു കിളിമകനെ, വലിയ രഹസ്യം പകരൂ. ഫസികാക്ക് തന്നെയാണ്. ഫസികാക്ക് ഇപ്പൊ താല്പര്യം പോയി. ബംഗൂര് ആദ്യേ താല്പര്യം പോയി. I don't fucking always like this. ഫസികാക്ക നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഇവരൊക്കെ പറഞ്ഞത് എനിക്കൊക്കെ ഉണർന്നു വന്നു, ബുദ്ധി വെച്ചു എന്നാണ്. നമ്മളാദ്യം നല്ല കിടിലം ചെയ്തോ, ചലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്തോ. ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് അതൊക്കെ പ്രൊമോട്ട് ചെയ്യാം. ഷവർമ ഈറ്റിംഗ് ചലഞ്ച് വെച്ചാലോ? പിന്നെന്താണ് കണ്ടില്ലോ? അനക്കെന്താ അന്നൊക്കെ ചലഞ്ച് കൂട്ടാ. എന്നാ ഞമ്മക്ക് രണ്ടാക്കും ചലഞ്ച് കൂടി ചെയ്താലേ ആരാ? ഓക്കെ അസ്ബി അല്ലേ മൈക്കിലൂടെ ആയിക്കും ചെല്ലേ. അസ്ബി അല്ലേ യാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചാനലാണ് കേട്ടോ, വില്ലേജ് കുക്കിംഗ് ചാനൽ. ഈ തമിഴന്മാരെ കുക്കിംഗ് യാർക്ക് ഭയങ്കര ഇഷ്ടം. യാരുടെ അസ്ബി റബി അല്ലേ? ഏതാ ഇതിലെ ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോ ഏതാ പറഞ്ഞു കൊടുക്ക്. റബി അല്ലേ ജ്യൂസ് വീഡിയോ അല്ലേ ഇഷ്ടം? മോനെ ഈ തമിഴന്മാരെ ജ്യൂസ് വീഡിയോ ഓളൊരു ഇപ്പം തന്നെ ഒരു 150-200 പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ബിരിയാണി എപ്പോ വെക്കുകയാണെങ്കിൽ ഇതിപ്പോ നമുക്ക് അതിലുള്ള ഓരോ ഡയലോഗും കാണാപ്പാടം പഠിച്ചിട്ട് എല്ലാരും വാങ്ക ഓൾവേസ് വെൽക്കം ടു പറഞ്ഞിട്ട് ഓല് ഇതെടുത്ത് തുടങ്ങും. ഇപ്പൊ പോലെ അമേരിക്ക പോയ വീഡിയോ ഒക്കെയാണ് നമ്മൾ അണ്ണാച്ചിപ്പളച്ചാറ്. പിന്നെന്താ കുക്കുംബർ വെള്ളരി ലെമണൈഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലെ അടിപൊളിയായിട്ട് ഓരോന്നും ഇങ്ങനെ കുക്ക് ചെയ്യും. ഓല വീഡിയോ ചാനലിന് അല്ല, പക്ഷെ ഇതിങ്ങനെ കാണാപ്പാടം പഠിച്ചു പോയി അത്രയും തവണ കണ്ടിട്ട്. ഹലോ ഹലോ പാട്ടടി കിയാ 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 കുരുവിന കിയാ കിയാ കോ കിയാ കിയാ കോ. അപ്പൊ ഇനി മുതല് ഞാനും യാരയുള്ള ചലഞ്ച് വീഡിയോസ് ഒക്കെയാണ് വരുന്നത്. മോം ആൻഡ് ഡോട്ടർ. യെസ്, മമ്മി ആൻഡ് മീ. ഫസിക്കാന്റെ ചാനല് വേണമെങ്കിൽ ഫസിക്കാക്ക് വേറെന്തെങ്കിലും അങ്ങനെ വേണ്ടട്ടോ. ഞാൻ പുതിയ ചാനൽ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, ഇനി 1 മില്യൺ അടിക്കാൻ വെറും 4000 സംതിങ് ഫോളോവേഴ്സിന്റെ കുറവുള്ളൂ. അപ്പൊ എല്ലാരും വേഗം അടിക്കുക. 1 മില്യൺ അടുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ പ്ലേ ബട്ടൺ എന്താ പറയണേ. ഞാൻ 1 മില്യൺ അടിക്കുമ്പോ പിന്നെയും കണ്ടന്റ്സുകൾ ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇവർക്ക് ആർക്കും താല്പര്യമില്ല, എനിക്ക് കുഴപ്പമില്ല. ബിക്കോസ് I am started this channel, so I have I started this YouTube channel and I have my own responsibility to keep and engage with you because I love you guys. Because ഫസിക്കാക്ക് പിന്നെ വന്ന വഴി ഓർമ്മ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ വന്ന വഴി മറക്കണ ഒരാളല്ല, എപ്പോഴും ഓർത്തോണ്ടേ നിൽക്കുന്ന ആളാണ്. ഇല്ലേ യാരാ? മമ്മി സൂപ്പർ അല്ലേ? മമ്മി സൂപ്പറാണ്. സുന്ദരിയാണ്. പപ്പ സുന്ദരിയാണോ? അല്ല, മമ്മ സുന്ദരിയാ അല്ലേ? യാരും സുന്ദരിയാ. മമ്മി യാരും സുന്ദരിയാ. പറയും നമുക്ക് പോണ്ട. അല്ല മീന് പോയല്ലോ, ഈ മീന് പോയല്ലോ ചുക്കരി പണി. എന്തൊരു വെറുപ്പാണെന്ന്. ഇങ്ങനെയൊക്കെ ഒരാൾ മാറുന്നുള്ളതിന്റെ തെളിവ് ഞാൻ ബംഗൂലാണ് കണ്ടത്. ബംഗു ഒരു 10ാം ക്ലാസ് വരെ, ഒരു +2 വരെയൊക്കെ, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ അവന്റെ ബാറ്ററി തീർന്നാണ്. +1 +2 ആയപ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ ആൽഫാമയിലോ എന്തോ വണ്ടാറായതാണ്. അതിന് ശേഷം ഒരു ഇൻട്രസ്റ്റ് പോയിട്ട് പിന്നെ ഒരു
ഇങ്ങനെ മറ്റേ കഞ്ചാവ് അടിച്ചോലെ എഫക്റ്റ് ആയിക്കണ് വീഡിയോയിലേക്ക് വിളിക്കുമ്പോ. പിന്നെ എനിക്ക് മനസ്സിലായി ബംഗൂരെ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ ഓനെ ഒഴിച്ചു വിട്ട കേസാണ്. പിന്നെ നിങ്ങൾ എല്ലാരും ഇങ്ങനെ ബംഗാടേ ഇനി ആരും ചോദിക്കരുത്. എന്താ വെച്ചാല് ബംഗു സിഗ്മയാണ്, ആരും ഓനെ ബുദ്ധിമുട്ടിക്കരുത് അല്ലേ. ഇനി എല്ലാരും യാരനെ ചോദിച്ചാ മതി അല്ലേ. ആ ഹലോ ഐ ലവ് യു അറി. അങ്ങനെ ഡെലിവറിൻ്റെ ഡേറ്റായി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ. ഞാനും യാരി എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ മാട്രിയലാണ് കേട്ടോ ഡെലിവറിയൊക്കെ. അപ്പോൾ ഞങ്ങൾ വേഗം ഓടിപ്പോവാണ്. യാരക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്ക് പിന്നെ ടെൻഷനും ഉണ്ട് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, മിക്സാണ്. അപ്പോൾ അതാ മാമി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഡെലിവറിക്ക്. അപ്പോൾ യാര കുറച്ച് ടമ്മിയിലൊക്കെ കളിച്ച്, ഇപ്പോൾ ടമ്മിയിൽ കളിക്കാൻ കഴിയില്ലല്ലോ, അങ്ങനെ ലേബർ റൂമിലേക്ക് കയറ്റി. അപ്പം അന്ന് അവർ പറഞ്ഞു ഇന്ന് ഡെലിവറി ഉണ്ടാവില്ല, ഇനി നാളെ ആയിരിക്കും. അപ്പോൾ നമ്മളിതാ സെക്കൻഡ് ഡേ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് പെയിന് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ പിന്നെ വേഗം ഓടിച്ചാടി വന്നതാണ്. യാരൊക്കെ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ബേബിനെ കാണണം, മാമിനെ കാണണം എന്നൊക്കെ പറഞ്ഞ ഓൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതാ ഡെലിവറിൻ്റെ സമയമായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി സമയം കഴിഞ്ഞ് നമ്മളെ ബേബി എത്തും. അപ്പോൾ യാര ഇവിടെ ഇതാ ഓടിച്ചാടി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളെ ബേബി എത്തിട്ടോ. നല്ലൊരു ബേബി ഗേളാണ്. അപ്പോൾ എല്ലാവരും ദുആയിലും നമ്മളെ ബേബിനെ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും അമ്മായി ആയിട്ടോ. കുട്ടിയുടെ ഉമ്മ ഐസിയുലാണ് ഇപ്പൊ വരും. ഫസ്റ്റ് നമ്മളാട്ടോ കണ്ടത്, അവള് കണ്ടതിന് ശേഷം നമ്മളാട്ടോ. ക്രീം ഫഡ്ജ് തന്നെ കേട്ടോ, പശുമിഠായി. ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഞാൻ വീണ്ടും അമ്മായി ആയിരിക്കാണ്. എൻ്റെ ഡോക്ടർ ബ്രദർ ഇല്ലേ, ഡോക്ടർ ബ്രദർക്ക് ഒരു കുഞ്ഞു മോള് ജനിച്ചിട്ടുണ്ട്, മാഷാ അല്ലാ. അപ്പം 2 ദിവസമായി, ഇന്നലെയാണ് കേട്ടോ ഉണ്ടായത്. അപ്പം ഇന്ന് അമ്മായിൻ്റെ വകയാണ്, കുട്ടീൻ്റെ അമ്മായിൻ്റെ വകയാണ് എല്ലാവർക്കും ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും ടോപ്പാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ വയറുകൾക്കും പിടിക്കൂലായിരുന്നു. ഇതുവരെ ഹോട്ടലിൽ നിന്ന് ചെയ്ത് ഹോംലി ഫുഡ് തിന്നോട്ടെ വിചാരിച്ചിട്ട് ഞാനൊരു സാഹസത്തിന് മുതിർന്നതാണ്. ഓൾറെഡി ഞാൻ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നല്ല പോലെയാണ് ഉണ്ടാക്കുന്നത്, വേറെ പ്രശ്നമൊന്നും വരില്ല. അപ്പം ലെറ്റ്സ് മേക്ക് ചിക്കൻ കറി ആൻഡ് ചപ്പാത്തി ഫോർ ദം. പിന്നെ ഞാൻ വിചാരിച്ചു ഉമ്മയൊക്കെ ഉണ്ട് അവിടെ, അപ്പോൾ അവൾക്ക് ഒരു മത്തിക്കറിയും കൊടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ച്, അറിയൂല, നടക്കുമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ചിക്കന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ. നല്ലതായിട്ട് മമ്മി പറഞ്ഞ റെസിപ്പിയാണ്. മമ്മി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാക്കലുണ്ട്, ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്താ ആവുകയെന്നറിയില്ല. അപ്പോൾ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടുന്നു, ഈ ചെറിയ ഒരു തീയിലൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ടോ. എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇനി ബാക്കിയുള്ള ചിക്കൻ കൂടി ഉണ്ട്. ഓൾറെഡി ഞാൻ ഉള്ളി തക്കാളി സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി മൺചട്ടിയാണ് കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട്. വെക്കാൻ വേണ്ടി മീൻ മുറിക്കാൻ വിചാരിച്ചത് നല്ല മത്തിയാണ്. മത്തി ഞാൻ നല്ല ക്ലീൻ ചെയ്ത് വെച്ചാണ്. ഇനി ഉള്ളിത്തെ ക്ലീനിങ് ഉള്ളൂ കേട്ടോ. മത്തി ക്ലീൻ ചെയ്യാൻ അറിയാത്തവരൊക്കെ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. എനിക്ക് തന്നെ വലുതായിട്ട് അറിയില്ല കേട്ടോ. ആദ്യം ഇതിൻ്റെ വയറിൻ്റെ ഭാഗം ഇങ്ങനെ ഒന്ന് ചെത്തി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് വേസ്റ്റുകൾ ഉണ്ടാവും, അതിങ്ങനെ എടുത്തിട്ട് പുറത്തേക്ക് കളയത്താം. ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ ഇതിൻ്റെ വേസ്റ്റാണ്. അത്യാവശ്യം നല്ല വേസ്റ്റ് ഉണ്ട്. വേസ്റ്റ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വാൽഭാഗം ഒന്ന് കട്ട് ചെയ്യട്ടെ. യെസ്, ഒരു മത്തി ക്ലീനായി. ഇതുപോലെ എല്ലാ മത്തികളും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ മത്തി ക്ലീൻ ചെയ്യാൻ വരെ പഠിച്ച് എന്താ ചെയ്യുക, ജീവിതത്തിന്റെ ഓരോ പാഠപുസ്തകങ്ങളെ. അപ്പൊ കല്ലായിട്ട് മമ്മീന്റെ സ്റ്റൈല് മീൻ കറിയാണ് വെക്കുന്നത്. അതിന് ഒന്നും ആവശ്യമില്ലതാ, ഇത്ര ഉള്ളിയാണ് കേട്ടോ. അത്രയും അധികം കറി ഉണ്ടാക്കാനില്ല, വെറും ഇത്ര ഉള്ളി മതി. ഉള്ളി കുറച്ച് മതി, അതൊരു കട്ടിക്ക ഉണ്ടാവുക. പിന്നെ ഇതാ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ അതുപോലെ ഇതാ പിന്നെന്താ പിന്നെ മതി ഉള്ളി തക്കാളി പച്ചമുളക്. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികളാണ് വേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇരിക്കാം,
നമ്മളെ എരിവിനനുസരിച്ച് ഞാൻ എത്ര മുളക് പൊടി ഇട്ടത്. ഇനി ആവശ്യത്തിന് ബാക്കിയുള്ള പൊടികളൊക്കെ എടുക്കുക. മഞ്ഞളെടുക്കുക, മല്ലിയൊന്നും ആവശ്യമില്ല. പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ഒന്നും കൊടുക്കല്ല. കല്ലായി മമ്മീൻ്റെ സീക്രട്ട് റെസിപ്പിയാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കണല്ലേ, അമ്മ പിന്നെ മമ്മീൻ്റെ അത്ര ടേസ്റ്റ് അല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറ്റും. ഞാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല എരിവും പുളിയും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടിട്ട് വാട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ജ്യൂസ് അടിച്ച് വെക്കണം. അതേപോലെ നമ്മൾ മത്തിക്കറി വരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓ സൂപ്പർ. ഫ്ലെയിം ഓഫ് ആക്കിയിടാം. കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടോ. അടിപൊളി ചിക്കൻ കറി കേട്ടോ. മത്തിക്കറി മോനെ വേറെ ലെവൽ. എനിക്ക് ഭയങ്കര കൈപ്പുണ്യാണ്. എന്താ ചെയ്യാ, പാസിക്കാൻ്റെ ഒരു ഭാഗ്യം. ഇത്രയും ഇൻ്റർലൻസ് ഉണ്ടായ എന്നെ കിട്ടിയില്ല. അത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് മാറിയതിന് ശേഷം പാത്രത്തിലേക്ക് വെക്കട്ടോ. അപ്പോൾ അതായത് നമ്മളെ കറി ഞാൻ ഇതിലേക്ക് വിളമ്പാണ് കേട്ടോ. നമുക്ക് കൊടുക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിളമ്പി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടാവണേ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ പോയാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ മാമി. മാമിന്റെ ബേബിന്റെ ആട്ടായാരാ? കട്ടേ ഈ മാമിക്കൊടുക്കാരു മാമിന്റെ കേക്കാ. ആരവിടെ നിന്ന് മെയിനായി തിന്നു. എനിക്ക് കിട്ടിയതല്ല, ഞാൻ പിടിച്ചിക്കാം. എന്തായിന് എന്റെ ഹാപ്പി ബർത്ത്ഡേ ഇത്? മാമിന്റെ ബേബിന്റെ കേക്കല്ലേ? അമ്മ നോടെ. അവിടെ മറ്റേ കട്ട് പീസസ് മാംഗോ കട്ട്. അപ്പൊ എല്ലാരും ഞാൻ കൊണ്ടുവന്ന ചപ്പാത്തിയും മീൻകറി ചിക്കൻ കറി ഒക്കെ എടുക്കാൻ കേട്ടോ. അമ്മ നിങ്ങളെ വിളിക്കാം. ആദ്യം ഇമ്മനെ വിളിച്ചിട്ടെ നോക്കി. ഞാൻ ഉണ്ടാക്കിയല്ലേ, തിന്നു നോക്കിട്ടോ. നിങ്ങളെ മോൾ ഉണ്ടാക്കിയപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം. അതെ, നിങ്ങള് പുറത്തുനിന്നൊക്കെ തിന്ന് നിങ്ങളെ വയറിന് എന്തെങ്കിലും അസുഖം വരണ്ട, വയസ്സായതല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കി പോണതാ. അഭിമാനത്തിന്റെ നിമിഷങ്ങൾ കടന്നു പോവുകയാണ്. IAS കിട്ടണെക്കാട്ടി സന്തോഷല്ലേ ഇപ്പൊ? അങ്ങനല്ല, ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, അതിനെക്കാട്ടി സന്തോഷല്ലേ? അതെ, പ്രൗഡ് മൊമെന്റ്. കീപ് ഇറ്റ് അപ്പ്. നീ തിന്നിട്ടും കൂടി അഭിപ്രായം പറയണേ. തീർച്ചയായും. വിളമ്പിക്കൊണ്ടിരിക്കാണ്. നോക്ക്, ഇവിടുത്തെ ആൾക്കാര് വന്നിട്ടേ എന്നെ പിടിച്ചോണ്ടോ. ഇവിടെ ഉള്ള സോഫ കേടാക്കണേന്. മതിയാ? മോളായിട്ട് എടുക്കട്ടെ തരാ എടുക്കട്ടെ. അതല്ല പപ്പ, എങ്ങനെയുണ്ട് കറി? നല്ല രസമുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഈ പൊക്കിയേ പറയാനുള്ളൂ, സത്യമായിട്ട് പറഞ്ഞാല്. ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടാക്കിയത്. കഷ്ണത്തിന് കുറവ് വരരുതല്ലോ. അതെ, നിനക്ക് മാത്രം കൊടുത്തില്ലേ, ഞങ്ങളെല്ലാരും വെട്ടി വീങ്ങാൻ കേട്ടോ. അതാണ് മീൻകറി കുട്ടിമ്മ. അല്ല, ഞാനവിടെ മീൻ എന്തായാലും ഉണ്ടായിരുന്നു, അപ്പൊ കറി വെക്കാൻ. അതെ, നിനക്ക് വേണ്ടി ഒരു പൊറാട്ട ചിക്കൻ ശരിയാക്കാം. ഓക്കെ, ഞാനൊന്നും നോക്കട്ടെ എങ്ങനെയുണ്ട്. ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന കറി വരുന്നുണ്ട്. അതെ, ഇത് ഞാൻ ഉണ്ടാക്കിയല്ല, ഞാൻ ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങിയല്ല. ഞാൻ ഡൗട്ട് ഞാൻ പ്രിപ്പറേഷൻ വേണ്ടി കാണിച്ചതാ.
അപ്പൊ ഇന്നലെ അവിടുന്ന് രാത്രി നമ്മൾ തിരിച്ചെത്തിട്ടോ. അവിടെ കേക്ക് കട്ടിങ്ങും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഫ്രീസറിൽ വെക്കുമ്പോ നമ്മള് ഈ മീൻ ഇറച്ചിയൊക്കെ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലല്ലേ വെക്കലിതാ. ഞാനും വെക്കലിതാ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ തന്നെയാണ്. ഇതിന് പകരം എന്താ ഇങ്ങനത്തെ സ്റ്റീലിന്റെ ഇങ്ങനത്തെ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പ്ലാസ്റ്റിക് ശരീരത്തിന് അത്ര നല്ലതല്ലല്ലോ. അപ്പൊ ഇതിന് ഈ ഒരു 5 സെറ്റിനും കൂടി 300 റുപ്യാണ് അങ്ങനെ വരുന്നത്. വിത്ത് മൂടിയാണ് വരുന്നത്. പിന്നെ ഇതാ ഈ ഒരു സ്റ്റീലിന്റെ അരിപ്പ, ബാക്കിയുള്ളതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കിച്ചൺ ഒന്ന് സെറ്റപ്പ് ആക്കണം. അതിനുള്ള സാധനങ്ങളൊക്കെ പതിയെ വരുന്നുണ്ട്. അപ്പൊ കുട്ടി ഉണ്ടായിട്ടുണ്ട്, പെൺകുട്ടിയാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വെല്ലൊക്കെ അടിച്ചു പൊട്ടിക്കുക. ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് തിരിച്ചു തന്നെ. ബൈ ബൈ.